ലൈംഗികാരോപണങ്ങൾക്കിടെ കെപിസിസി നേതൃത്വത്തെ വെല്ലുവിളിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ. പ്രചാരണത്തിനിറങ്ങുന്നതിനുള്ള വിലക്ക് ലംഘിച്ച് രാഹുൽ പാലക്കാട് ശേഖരീപുരം വാർഡിൽ UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിച്ച് വീടുകൾ കയറുന്നു. വിലക്ക് അറിയില്ലെന്നും ഒരു കോൺഗ്രസ് നേതാവിനും അതൃപ്തിയില്ലെന്നും രാഹുൽ പ്രതികരിച്ചു. ഇത് ഏതെങ്കിലും നേതാവ് പറഞ്ഞതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പ്രചരണത്തിൽ നല്ല പാർട്ടി പരിപാടികളിൽ നിന്നാണ് പറഞ്ഞത്. ഞാൻ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല. കോൺഗ്രസിന്റെ ഒരു നേതാവും ഒരു നേതാവും പറഞ്ഞിട്ടില്ല. നന്ദഗോപാൽ ചേരുന്നുണ്ട്. നന്ദഗോപാൽ, നേരത്തെ VD സതീശൻ ഉൾപ്പെടെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെല്ലാം കൂടിയാലോചിച്ച് നടപടിയെടുത്തു. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, മാറ്റി നിർത്തി. എന്നിട്ടും എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിലും പൊതുവേദികളിലും എത്തിയത് എന്നുള്ളത് കണ്ടതാണ്. ഇപ്പോൾ KC വേണുഗോപാൽ ഉൾപ്പെടെ തള്ളിപ്പറഞ്ഞ സാഹചര്യത്തിലും അത് നിഷേധിക്കുന്ന തരത്തിൽ, ഇല്ലെങ്കിൽ ആ ധാർഷ്ട്യം കാണിക്കുന്ന തരത്തിൽ വീണ്ടും പൊതുനിരത്തിലേക്ക് ഇറങ്ങുകയാണ്, വോട്ട് തേടി നടക്കുകയാണ്. എന്താണ് രാഹുൽ ഇതിന് മറുപടി നൽകിയത്? അതായത് നേതൃത്വം ഈ കോൾ റെക്കോർഡ് വീണ്ടും പുറത്തു വന്നതിന് ശേഷം അദ്ദേഹത്തിനോട് പ്രചരണത്തിന് ഇറങ്ങരുത് എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ പൂർണ്ണമായും നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് വൈകുന്നേരം വീണ്ടും പാലക്കാട് പ്രചരണത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ളത്. നഗരത്തിലെ തന്നെ ശേഖരീപുരം വാർഡിലെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വീടുകളിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതിൽ തന്നെ രാഹുൽ മാങ്കൂട്ടം പറയുന്നത് തന്നോട് ഒരു നേതാവും പങ്കെടുക്കാനോ പങ്കെടുക്കാതിരിക്കാനോ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. തന്നെ വിജയിപ്പിച്ച ആളുകൾക്ക് വേണ്ടി സഹായവുമായി എത്തുന്നതാണ്. ഒരു സാധാരണ പ്രവർത്തകൻ എന്ന നിലയിലാണ് താനിവിടെ ഈ വോട്ട് തേടി എത്തുന്നത് എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. ഒരു തരത്തിലും ഇതിൽ നിന്നും വിട്ടുനിൽക്കാൻ തയ്യാറല്ല എന്നുള്ളതും ഡിസംബർ 11 വരെ താൻ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ സജീവമായി തന്നെ ഉണ്ടാകും എന്നുള്ളതും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട്. പക്ഷേ നേതൃത്വം തന്നെ ഇതുമായി ബന്ധപ്പെട്ട അതൃപ്തി നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും K മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് രാഹുൽ പ്രചരണത്തിൽ നിന്നും വിട്ടുനിൽക്കണമെന്നുള്ളതായിരുന്നു. രമേശ് ചെന്നിത്തലയും സമാനമായ അഭിപ്രായം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് തന്റെ ശ്രദ്ധയിൽ ഇതൊന്നും പെട്ടിട്ടില്ല, രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനത്തിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന് മാത്രമാണ് പറഞ്ഞത്. ശ്രദ്ധയിൽ എന്നുള്ളത് കൂടിയാണ്. അത് കോൺഗ്രസ് തന്നെ പരിശോധിക്കേണ്ടതാണ്. നന്ദഗോപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.